നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും നിപ്പ രോഗം സ്ഥിരീകരിച്ചിട്ട് 4 ദിവസങ്ങളായി. നിപ്പ വൈറസിൻ്റെ വ്യാപനം തടയാനുള്ള ഏകോപനം ആ രീതിയിലുണ്ടാകുന്നില്ല. അപ്പോൾ ആ ഏകോപനമില്ലായ്മ ഇപ്പോഴും തുടരുന്ന അവസ്ഥയാണുള്ളത്. ഇത് ഇന്നലെ കോഴിക്കോട് വെച്ച് മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി പ്രതികരിച്ചത് ശരിയായ രീതിയിലല്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു കാര്യം ആദ്യമേ തന്നെ വ്യക്തമാക്കുകയാണ്. മുൻപ് നിപ്പ ബാധ ഉണ്ടായപ്പോൾ അന്നത്തെ പ്രതിപക്ഷം ചെയ്തതുപോലെ നിപ്പയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഞങ്ങളേതായാലും തയ്യാറല്ല. എല്ലാ സഹകരണവും ഇതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇവിടെ പ്രധാന പ്രശ്നം വരുന്നത് ഉത്തരവാദപ്പെട്ടവർക്കിടയിലുണ്ടാകുന്ന ആശയക്കുഴപ്പമാണ്. അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്ന ആശയക്കുഴപ്പം. ഇത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിരോധിക്കേണ്ട ഘട്ടമാണ്. പക്ഷേ അതിന് നേതൃത്വം കൊടുക്കേണ്ട ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണ സംവിധാനവും സാധാരണ നിലക്കുള്ള ഏകോപനമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ അത് കണ്ടിട്ടുണ്ടാവും. വിവിധ പ്രസ്താവനകൾ അതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. മുൻപ് നിപ്പ ബാധ ഉണ്ടായപ്പോൾ ആ ഘട്ടത്തിൽ LDF ഭരണമായിരുന്നു. ആ ഘട്ടത്തിൽ ആരാണോ ആരോഗ്യമന്ത്രി, ആ ആരോഗ്യമന്ത്രി നിപ്പ ബാധിത പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. സാധാരണ നിലയിൽ പ്രവർത്തനങ്ങൾ നടക്കും. പക്ഷേ ഇതുപോലൊരു ബാധ ഉണ്ടായാൽ നിപ്പയെപ്പോലുള്ള ഒരു മാരകമായ പ്രഹരശേഷിയുള്ള രോഗം വ്യാപിക്കാനുള്ള സാധ്യത കണ്ടാൽ അത് തടയുന്നതിനുള്ള ഏകോപനം വളരെ പ്രധാനമാണ്. അത് ഉത്തരവാദപ്പെട്ട മന്ത്രി കൂടി ക്യാമ്പ് ചെയ്തുകൊണ്ട് നടത്തുന്ന നിലയാണ് മുൻകാലങ്ങളിൽ കേരളം കണ്ടിരുന്നത്. പക്ഷേ അത്തരമൊരു ജാഗ്രത എവിടെയും കാണാനില്ല എന്നതാണ് നിർഭാഗ്യകരമായ വശം. നിപ്പ കൺട്രോൾ റൂം അതെന്തോ ജനപ്രതിനിധികൾ അകന്നു നിൽക്കേണ്ട ഒരു സ്ഥലമാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ സർക്കാർ അതിനെ കൈകാര്യം ചെയ്തത്. ജനപ്രതിനിധികൾ കൂടി സഹകരിച്ച് അവരുടെ കൂടി നല്ല കൂട്ടായ്മയുടെ ഭാഗമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനാണ് മുൻകാലങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നത്. നിപ്പയുടെ അതീവ ഗൗരവമായ സാഹചര്യം ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ഇവിടെ വലിയ തോതിൽ ആക്ഷേപത്തിനിടയാക്കിയ DHSനെ മാറ്റുന്ന നടപടിയുണ്ടായത്. ഇതിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായി നേതൃത്വം കൊടുക്കേണ്ടത് ആരോഗ്യവകുപ്പാണ്.
അതിൻ്റെ തലപ്പത്തിരിക്കുന്നയാളെ ഇത്തരമൊരു ഘട്ടത്തിൽ മാറ്റുക എന്നത് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. പക്ഷേ ആരോഗ്യമന്ത്രി പറയുന്നത് സിസ്റ്റത്തോടുള്ള നിസ്സഹകരണം കാരണമാണ് മാറ്റിയത് എന്നാണ്. വകുപ്പിലെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് സുതാര്യമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനം നിലവിലുള്ളതാണ്. അത് തകർക്കാൻ പുതിയ സർക്കാർ ശ്രമിച്ചപ്പോൾ അതിന് കൂട്ടുനിന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പഴയ കാലം, ഒരു ദശാബ്ദം മുൻപുള്ള കാലത്ത് എങ്ങനെയെല്ലാം സ്ഥലമാറ്റങ്ങൾ നടന്നിരുന്നു എന്നുള്ളത് എല്ലാവരുടെയും ഓർമ്മയിലും അറിവിലുമുള്ളതാണ്. എന്നാൽ ചില തസ്തികകൾക്ക് ലക്ഷങ്ങൾ മറിയുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നതും അങ്ങാടിപ്പാട്ടായിരുന്നു. ആ കാലത്തേക്ക് തിരിച്ചു പോകാനാണോ ഈ സുതാര്യമായ സംവിധാനങ്ങൾ ഇല്ലാതാക്കുന്നത് എന്നത് പൊതുവെ ഒരു ആശങ്കയായി ഉയർന്നതായി കാണുന്നുണ്ട്. ഇപ്പോഴത്തെ DHSൻ്റെ കാര്യത്തിൽ നേരത്തെ LDF സർക്കാർ അവരുടെ സർവീസ് 1 വർഷം കൂടി നീട്ടി നൽകാൻ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം അട്ടിമറിച്ചാണ് ഇപ്പോഴത്തെ സ്ഥാനചലനം വന്നിട്ടുള്ളത്. ഒരു പ്രശ്നം സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നത് ഇത് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞിട്ടാണോ എന്നതാണ്. അതൊരു പ്രശ്നം തന്നെയാണ്. ഇവിടെ നിപ്പയ്ക്ക് പുറമെ പലതരത്തിലുള്ള മാരക അസുഖങ്ങൾ കേരളത്തിൽ വരുന്നു എന്ന അവസ്ഥയുണ്ട്. അതിലൊരു കാര്യം ആരോഗ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് പാലക്കാട്ട് 2 പേർക്ക് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷെ അവിടുത്തെ DMO അങ്ങനെ ഇല്ല എന്നും പറയുകയുണ്ടായി. ആര് പറഞ്ഞതാണ് ശരിയെന്ന് സ്വാഭാവികമായും ആളുകൾക്ക് സംശയം വരും. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്താകെ ഇത്തരം ഘട്ടത്തിൽ ആവശ്യമായ മരുന്നുകൾ എത്തിക്കുന്നതിന് അടിയന്തരമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതുണ്ട്. ആ കാര്യത്തിലും വേണ്ടത്ര പുരോഗതി ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ഷിഗല്ല രോഗവ്യാപനം വലിയ ആശങ്കയാണ് സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആരോഗ്യവകുപ്പും തദ്ദേശഭരണ സ്ഥാപനങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കേണ്ട ഘട്ടമാണിത്. അതോടൊപ്പം തന്നെ കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ശരിയായ രീതിയിൽ ഉറപ്പുവരുത്താനാകണം. ശുചീകരണ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ഊർജിതമാക്കാനും കഴിയേണ്ടതായിട്ടുണ്ട്. വളരെ അപകടകാരിയായ വെസ്റ്റ് നൈൽ രോഗബാധ അതും സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ 2 മരണങ്ങൾ സംഭവിച്ചു. ഡെങ്കിപ്പനിയും വ്യാപകമാവുകയാണ്. മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകർച്ചപ്പനി കാരണം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയുമുണ്ട്. ഇവിടെ കാണേണ്ടത് കൊതുക് വഴി പകരുന്ന ഈ രോഗങ്ങൾ വ്യാപകമാകാനിടയാകുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണം വേണ്ട രീതിയിൽ നടക്കാത്തതിൻ്റെ ഫലമായിട്ടാണ്. മലിനജലം
റോഡിൽ നിറഞ്ഞ് വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥിതിവിശേഷം പ്രധാന നഗരങ്ങളിൽ പോലും പതിവായിരിക്കുകയാണ്. നഗരഭരണ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ ഉണ്ടായില്ല എന്നത് കാണേണ്ടതായിട്ടുണ്ട്. പ്രധാന നഗരങ്ങളിൽ ദൈനംദിനമുള്ള മാലിന്യ നീക്കം ചെയ്യൽ പോലും നടക്കാത്ത ഇടങ്ങളുണ്ട്. ഇവിടെ ആവർത്തിച്ച് പറയാനുള്ളത്, മുൻ സർക്കാരിൻ്റെ കാലത്ത് രോഗബാധയോ കോവിഡ് പോലെ ലോകത്തെ ആകെ വിറങ്ങലിപ്പിച്ച മഹാമാരിയോ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഭരിക്കുന്നവർക്കെതിരെ ശാപവാക്കുകൾ പറയാൻ മിടുക്ക് കാണിച്ച, അങ്ങനെ കയ്യടി വാങ്ങാൻ ശ്രമിച്ച ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി, അദ്ദേഹത്തോട് പറയാനുള്ളത്, അതേ രീതിയിലല്ല ഞങ്ങളിതിനെ കാണുന്നത്. ഉദ്യോഗസ്ഥ മേധാവികളെ കുറ്റപ്പെടുത്തി ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം അദ്ദേഹം നടന്നതായി കാണുന്നുണ്ട്. ഇവിടെ രോഗവ്യാപനവും വൈറസ് വ്യാപനവും ആര് ഭരിക്കുന്നു എന്ന് നോക്കിയല്ല നടക്കുന്നത് എന്നത് തിരിച്ചറിയാനുള്ള വിവേകം ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രോഗവ്യാപനം തടയാനും പ്രതിരോധ ശുചീകരണ പ്രവർത്തനങ്ങൾ പിഴവുകളില്ലാത്ത വിധം പൂർത്തിയാക്കാനും ആശുപത്രികളിൽ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങളും മരുന്നുകളുടെ ലഭ്യതയും ഉറപ്പുവരുത്താനുമാണ് സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ വേണ്ടത്.